Evenings are life's way of saying that you're closer to your dreams. A very fine evening, and I welcome you all to Vipras Vidya. Today, we have gathered here to attend the orientation program organized by Vipras Vidya for one of the upcoming dairy farm instructor examination conducted by Kerala Public Service Commission. We have one of the directors, Kailas Raj sir, and also the chairman of Vipras Vidya, Dr. Vijay Kumar sir, here with us. I invite Dr. Vijay Kumar sir to start the session. Good evening, all of you. Am I audible to you? Yes, sir. Yes, okay. Sir, would you please share the slide? You can share the screen now. Okay. So, വിപ്രാസ് വിദ്യയുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമില് നമ്മൾ എന്താണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ പ്രാധാന്യമെന്നും ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ പരീക്ഷയെ സമീപിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ PSC വിളിക്കുന്ന പരീക്ഷകളിൽ പൊതുവെ കൂടുതൽ വ്യാപകമായി അപേക്ഷിക്കുന്നതും ആയിട്ടുള്ള ഒത്തിരി പരീക്ഷകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് രണ്ട് തട്ടുകളിലായിട്ട് തിരിച്ചിട്ട്, ഒന്ന് ഇതിൻ്റെ യോഗ്യത ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പ്രീ ഡിഗ്രിയിൽ അല്ലെങ്കിൽ +2 ബയോളജി ഓർ മാത്തമാറ്റിക്സ്, അത് ഒരു വിഷയമാണ്. പിന്നെ എനി ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് സയൻസ് ആകാം, ആർട്സ് ആകാം, കൊമേഴ്സ് ആകാം, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള BTech ബിരുദം ആകാം, എഞ്ചിനീയറിംഗ്, ഇതെല്ലാം ഏത് ബിരുദവും ആകാം. അപ്പോൾ അങ്ങനെ അതാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ അപേക്ഷകരുടെ എണ്ണം മറ്റുള്ളതിന് അത്രത്തോളം കാര്യമായിട്ട് ഇതിൽ വരാറില്ല. എങ്കിലും there will be thousands to compete with you. നിങ്ങളോട് മത്സരിക്കാനായിട്ട് ധാരാളം എക്വിപ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് എങ്ങനെ ഉന്നത വിജയം കൈവരിക്കാമെന്നുള്ളതിലാണ് ഈ പരീക്ഷയിൽ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്നതിൻ്റെ പ്രാധാന്യം അടങ്ങിയിരിക്കുന്നത്. ഞാൻ നേരിട്ട് തന്നെ ഇതിനെ നിങ്ങളെ ഈ തസ്തികയുമായി പരിചയപ്പെടുന്നതിന് വേണ്ടിയും നേരത്തെ നടന്നിട്ടുള്ള ചില പരീക്ഷകളിലുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ഞാൻ ഇതിൽ കൈകാര്യം ചെയ്യുന്ന ഡയറി സയൻസ് എന്ന് പറയുന്ന മേഖലയുമായിട്ടും ബയോളജി തുടങ്ങിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ടച്ച് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us go to the slide. കാണാമല്ലോ എല്ലാവരും? സ്ലൈഡ് കാണാമല്ലോ? Yes, sir. കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്തായിരിക്കണം നമ്മുടെ ഈ പരീക്ഷയിൽ വിജയിക്കുന്നതിനുള്ള സ്ട്രാറ്റജി? ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്?
എന്താണ് നമ്മൾ പ്രത്യേകിച്ചും ഇതിലെ സിലബസ്, ഈ കാര്യങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തിക ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ലിസ്റ്റ്, അതിൽ നിന്നുള്ള ലിസ്റ്റിലുണ്ടായിരുന്നവരെല്ലാം എടുത്തത് ലിസ്റ്റ് എക്സ്പയറി ആകുന്ന സമയത്ത് ഉടനെ തന്നെ വിളിച്ചതാണ്, ഈ PSC വിളിച്ചതാണ് ഈ ടെസ്റ്റിന്റെ അടുത്ത കോൾ ഫോർ. അപ്പോൾ നിലവിൽ ധാരാളം വേക്കൻസികളുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള പരമാവധി ആൾക്കാരെ എടുത്തു എന്നുള്ളതാണ് വസ്തുത. ഇനിയും വരുന്നതിലും അതുപോലെ തന്നെ ആയിരിക്കും. ധാരാളം റിട്ടയർമെന്റും പ്രൊമോഷൻസും ഒക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നും കഴിഞ്ഞ ലിസ്റ്റിൽ സംഭവിച്ചതുപോലെ തന്നെ എടുത്തതുപോലെ തന്നെ നൂറുകണക്കിന് വേക്കൻസീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓരോ ബ്ലോക്കിലും 2 വീതം പോസ്റ്റുകളാണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടേതായിട്ടുള്ളത്. ഓരോ ബ്ലോക്ക് തലത്തിലും ഓരോ ഓഫീസുകളാണ്. ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റുകളാണ് ഓരോ ബ്ലോക്ക് തലത്തിലും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം ശരാശരി പറയുകയാണെങ്കിൽ 2 വേക്കൻസി, 2 പേര് ആവശ്യമുണ്ട്. ചില സ്ഥലത്ത് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഫില്ല് ചെയ്യപ്പെടാത്ത വേക്കൻസീസും പിന്നെ ഇതിൽ നിന്ന് പ്രൊമോഷനായി നേരെ ഡയറി എക്സ്റ്റൻഷനായി ഓഫീസറായിട്ട് ഗസറ്റഡ് റാങ്കിലേക്ക് പോകുന്നവർക്കും അതിൽ നിലയിലെല്ലാം വേക്കൻസീസ് വരാറുണ്ട്. ധാരാളം വേക്കൻസീസ് ഇപ്പൊ പ്രതീക്ഷിക്കുകയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്, ഇത് ഒരു സെപ്പറേറ്റ് ബോഡിയല്ല. നമ്മൾ മിൽമ എന്നൊക്കെ പറയുന്നത് സെപ്പറേറ്റ് ബോഡിയാണ്, ഓട്ടോണമസ് ബോഡിയാണ്. ഇത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ബോർഡ് ഓർ കോർപ്പറേഷൻ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ് ഓർ ഫെഡറേഷൻ ലൈക്ക് മിൽമ, അതൊന്നുമല്ല. ഗവൺമെന്റിന്റെ സർക്കാർ ജോലി എന്ന് പറയുന്ന കൃത്യം സർക്കാർ ജോലി തന്നെയാണ്. PSC പരീക്ഷ നടത്തുന്നതിൽ എല്ലാം ഡയറക്റ്റ് സർക്കാർ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഡയറക്റ്റ് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് മാറുകയാണ്, അല്ല കോർപ്പറേഷനൊന്നുമല്ല. മനസ്സിലായത്? അത് ആദ്യത്തെ കാര്യം. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡയറി ഡെവലപ്മെന്റ്, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്, പട്ടത്താണ് ഇതിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. ഇതില് ഇപ്പൊ 31/12/2022 ഗസറ്റ് വിജ്ഞാപന പ്രകാരമാണ് ഇത് 691/2022 ആയിട്ട് ഈ തസ്തിക വിളിച്ചിരിക്കുന്നത്. യോഗ്യത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗ്രാജുവേഷൻ, അതിലെ പ്രീ ഡിഗ്രിയില് മാത്തമെറ്റിക്സോ ബയോളജിയോ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചിരിക്കണം +2-ന്. അങ്ങനെയുള്ള എനി ഗ്രാജുവേറ്റ്, അതെല്ലാം ഏത് ഗ്രാജുവേറ്റുകാർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപേക്ഷിക്കാൻ ഇനിയും സമയമുണ്ട്. കാരണം ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് February 1. ഇനിയും സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ അപേക്ഷിക്കാനുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. PSCയുടെ ഇപ്പോൾ നടത്തുന്ന പരീക്ഷകൾ പോലെ തന്നെ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷനാണ്, MCQs. അപ്പൊ അത് ഇപ്പോ OMR ഒക്കെ മാറിയിട്ട് ഇപ്പോൾ പരമാവധി ഓൺലൈനായിട്ടുള്ള ടെസ്റ്റുകളായിട്ട് തന്നെ PSC നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ചും ആപ്ലിക്കൻസ് കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ആ നിലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എനിവേ, നമ്മൾ ഏത് രീതിയിലായിരുന്നാലും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കണം. നേരത്തെ ഒരു 75 മിനിറ്റ്സ്, അതായത് 1.25 മണിക്കൂർ ആയിരുന്നു നേരത്തെ പരീക്ഷ എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെയൊക്കെ കാൻഡിഡേറ്റ്സിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ആ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ലാസ്റ്റ് പരീക്ഷ നടന്നത് 75 മിനിറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ ജനറലി പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ 1 hour 30 minutes അനുവദിക്കാറുണ്ട്. അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ തന്നെ 100 ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ഓരോ ചോദ്യത്തിനും 1 മിനിറ്റ് ലഭിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ ഇതിൽ കണക്കുണ്ട്, ആലോചിക്കാനും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിലബസിലേക്ക് നോക്കാം. സിലബസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സിലബസ് ഇരിക്കുന്നത്? അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സംഗതികളാണ്. അതായത് അതിലേക്ക് പോകുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കടക്കാം. നിങ്ങളുടെ സാധ്യതകൾ എന്താണെന്ന് കൂടെ പറഞ്ഞിട്ട്, ഇതിലെ ഒരു ബേസിലുള്ള ഒരു നോൺ ഗസറ്റഡ് പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്.
അതിൽ നിന്ന് നിങ്ങൾ നേരെ പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറാണ്. അത് GO ആണ്, അതായത് ഗസറ്റഡ് ഓഫീസറാണ്. പ്രൊമോഷൻ ഡയറക്റ്റ് പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഗസറ്റഡ് റാങ്കിലേക്കാണ്. മനസ്സിലായി? അപ്പോൾ അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ഇങ്ങനെ മുകളിലേക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജില്ലാ അധിപനായിട്ട്, മേധാവിയായിട്ട്, ജില്ലാ ക്ഷീരവികസന വകുപ്പിന്റെ ജില്ലാ മേധാവിയായിട്ടാണ് വരുന്നത്. അപ്പൊ അതുവരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, നേരത്തെ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ തന്നെ ഇടം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്താവുന്ന ഒരു സ്റ്റേജാണ് ഇതുവരെ നമുക്ക് എത്താൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ സാധ്യതകൾ വളരെ ഏറെയാണ്. ഇപ്പോഴത്തെ തന്നെ നിങ്ങൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 35,600 to 75,400 ആണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കെയിൽ ഓഫ് പേ അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോ അത് നമ്മൾ കൃത്യമായിട്ട് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പോഴത്തെ നിരക്കില് DAയും HRAയും ഒക്കെ കണക്കിലെടുത്ത് നിങ്ങൾക്ക് മോർ ദാൻ 39,000 സാലറി കിട്ടും. കൃത്യമായി പറഞ്ഞാൽ 39,292 റുപ്പീസ്. മനസ്സിലായില്ലേ? ഏറ്റവും കുറഞ്ഞ സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോ ഇങ്ങനെ ഒരു വളരെ സാധ്യതകളുള്ള നല്ല പിന്നെ ഒരു പോസ്റ്റാണ്. സർക്കാർ ജോലി എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയ മാർഗങ്ങളിലൊന്നാണ്. നിങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ മത്സരിക്കുന്ന മറ്റ് അസിസ്റ്റന്റ് ഗ്രേഡ്, പിന്നെ അതുപോലെ തന്നെ LD ക്ലർക്ക്, ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4-5 മാസം ഇതിനായിട്ട് അല്പം ഒന്ന് ബുദ്ധിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളോടൊപ്പം ചേരുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വഴി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും I can guarantee that you will win the test. മനസ്സിലായില്ലേ? അതാണ് ഞങ്ങൾ ഈ ടെസ്റ്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നോക്കുക, ഇതിലെ പാർട്ട് ലാസ്റ്റ് നടന്ന പരീക്ഷ 2020 നടന്ന PSC ടെസ്റ്റുമായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെ 7 പാർട്ടായിട്ടാണ്. അതിൽ പാർട്ട് 1 ഫിസിക്സ്, പാർട്ട് 2 കെമിസ്ട്രി, പാർട്ട് 3 ബയോളജി, മാത്തമാറ്റിക്സ് പാർട്ട് 4, ഡയറി സയൻസ് 5, പാർട്ട് 6 ജനറൽ ഇംഗ്ലീഷ്, പാർട്ട് 7 ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോസ്. ഇത്രയുമാണ്. അപ്പൊ ഇതില് സിലബസ് ഇപ്പൊ ലാസ്റ്റ് ബട്ട് 1, ഇതിന് തൊട്ട് മുമ്പുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതില് ഈ 6ഉം 7ഉം വേറെ ആയിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് സിലബസ് അനുസരിച്ചാണ് ഇത്രയും മാത്രമേ ഇതുവരെ നൽകിയിട്ടുള്ളൂ. ഇനി പരീക്ഷ വരുമ്പോൾ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴറിയാം. ബട്ട് ഇതിലെ ഈ ആദ്യത്തെ 5 പാർട്ട് എന്ന് പറയുന്നത് അത് കമ്പൽസറി ആയിട്ട് ഈ കഴിഞ്ഞ പരീക്ഷയ്ക്കും 17ലെയും 20ലെയും ഒക്കെ പരീക്ഷകൾക്കെല്ലാം ഒരേപോലെ തന്നെയായിരുന്നു. സോ നമ്മൾ വളരെ ഒരു മേജർ ചേഞ്ച് ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ട, ഇത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് സിലബസും ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. +1, +2 ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇതാണ് ആ ഭാഗത്ത് നിന്ന് വരാനായിട്ട് സാധ്യത. അപ്പൊ അതിലൊരുപാട് ഈ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ബയോളജിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ വാസ്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിംഗ് വേൾഡ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, അതുപോലെ തന്നെ പ്ലാന്റ് ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി, അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ, ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ, ബയോളജി ഓഫ് ഹ്യൂമൻ വെൽഫെയർ, ബയോടെക്നോളജി, എക്കോളജി, ഇങ്ങനെ മേജറായിട്ട് നമുക്ക് പറയാമെങ്കിലും അതിൽ വളരെ ഫാസ്റ്റാണ് സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സിലബസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാത്രമല്ല ഒരു വ്യക്തമായ ധാരണ ഇതുവരെ തന്നിട്ടില്ലാത്തത് കൊണ്ട് ഇതിൽ നിന്ന് വാസ്റ്റായിട്ട് ചോദിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഒരു നല്ല പ്രോപ്പർ ഗൈഡൻസോട് കൂടി പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം, കാരണം പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ലൈസ് ദെയർ, അവിടെയാണ് കിടക്കുന്നത്. അതായത് ആ ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ഏറ്റവും ആഴത്തിൽ അറിയാവുന്ന ഒരാളാണ്. അതിലേതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാതെ ഒരു ഗൈഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും റെഫറൻസോ അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന വീഡിയോയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ജനറൽ അവർ കുറെ പറയും, പക്ഷെ എവിടെയാണ് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത് കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു വാസ്റ്റ് സിലബസ്, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറ്റു പരീക്ഷകൾക്ക് കൊടുക്കുന്ന അത്രത്തോളം വ്യക്തതയില്ലാത്ത സിലബസ് കൂടി ആയതുകൊണ്ട് you have to be very careful in selecting a center, and you have we think that you have selected a best center that you can adopt എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ വിഷയത്തിനെ കുറിച്ചും ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ ഡീപ്പായിട്ടുള്ള അറിവും കാര്യങ്ങളും അറിയാവുന്നവരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഈ 5 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് ഈ പരീക്ഷയുടെ നമുക്ക് വ്യക്തത തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ വിജയം ഉറപ്പിക്കാനാകും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പരീക്ഷ നന്നായിട്ട് പാസ്സാകാം. കാരണം ധാരാളം ഒഴിവുകളും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടം പോലെ, അല്ല ലിമിറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് അല്ല, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നൗ ഞാൻ ഡയറി സയൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ സ്പീച്ച് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഡയറി സയൻസില് ഒരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഇതെടുക്കാൻ ഈ ഭാഗം തന്നെ നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് ഒരു മിക്കവാറും കുട്ടികൾക്ക് ഒരു നൂതനമായിട്ടുള്ള, അപ്പോൾ +2 ഈ പറഞ്ഞ ലെവലിൽ പഠിച്ചു വന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ, ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ഏരിയ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഡയറി സയൻസ്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അതുപോലെ ഡയറി സയൻസും അതുപോലെ തന്നെ IT, പക്ഷെ ITയും കമ്പ്യൂട്ടർ സയൻസ് എല്ലാം ഇപ്പോൾ ഉള്ളതുകൊണ്ട് അതും നിങ്ങൾക്ക് ഒരുപക്ഷെ കുറേയൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കാം. പക്ഷെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീൽഡ് ആയിരിക്കും ഡയറി സയൻസ് പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഈ അല്പമെങ്കിലും പഠിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ സംസ്കൃതമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് ഡിഗ്രി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും ഒരു പരിചയം വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ചും തീർച്ചയായിട്ടും കാണത്തില്ല. അതുകൊണ്ട് ആണ് ഈ ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതമാകും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഡയറി സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറി എന്ന് പറഞ്ഞാൽ പാലിനെ സംബന്ധിക്കുന്നത് എന്നുള്ളതാണ്. മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഭൂമുഖത്ത് മിൽക്ക് അല്ലെങ്കിൽ പാൽ തരുന്ന ഒരു കൂട്ടം ജീവജാലങ്ങളുണ്ട്. അതിനെ നമ്മൾ മാമൽസ് എന്നാണ് പറയുന്നത്. മാമൽസ്, they give birth young ones and feed milk for the growth of their young ones body. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൗ, ബഫല്ലോ, ഹോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാമൽ, ഡോങ്കി, ഇങ്ങനെയുള്ളതെല്ലാം ഇതെല്ലാം മിൽക്ക് തരുന്നവരാണ്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൗ മിൽക്കും ബഫല്ലോ മിൽക്കും അതുപോലെ ഗോട്ട് മിൽക്കും ഒക്കെ ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥാപനം എന്ന് പറയുന്നത്, നമുക്ക് വിവിധ സ്ഥാപനങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഈ ഡയറി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങളുണ്ട്. ലൈഫ് സ്റ്റോക്കുമായിട്ട് കോമൺ ആയിട്ട് പറയുന്ന അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, ഡയറിക്ക് മാത്രമുള്ള പാലും അതിന്റെ വിപണനവും അതിന്റെ കാര്യങ്ങളും അതിന്റെ പിന്നെ ഈ കർഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിനൊക്കെ വേണ്ടി പ്രത്യേകം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഞാൻ പറഞ്ഞു, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, മിൽമ, അതായത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, മിൽമ വിപണനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മിൽക്ക് വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസി. അതുപോലെ തന്നെ സെമൻ പ്രൊഡക്ഷൻ, അതുകൊണ്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് KLD ബോർഡ്, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡുണ്ട്. അതുപോലെ തന്നെ പിന്നെ കർഷകരുടെയൊക്കെ സഹായത്തിനും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട്
എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. സോ ഓൾ ദീസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദിസ് ഫീൽഡ്. അതായത് നമ്മുടെ ഡയറി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫീൽഡുകളാണ്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ കെമിക്കൽ application of biological as well as chemical principles to the production of management of dairy animals. നേരത്തെ പറഞ്ഞ ഡയറി ആനിമൽസിനെ കുറിച്ച്, അതിന്റെ പരിപാലനത്തെ കുറിച്ചും, അതെങ്ങനെ വളർത്താം, എങ്ങനെ പരിപാലിക്കാം, എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ പാൽ ഉൽപ്പാദിപ്പിക്കാം, പാൽ ഉൽപ്പാദനം തന്നെ എങ്ങനെ നല്ല രീതിയിൽ സാധ്യമാക്കാം, നല്ല പാൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, നല്ല ഡയറി ഉൽപ്പന്നങ്ങൾ. അപ്പൊ നിങ്ങൾ പലതരത്തിലുള്ള ഡയറി ഉൽപ്പന്നങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു ലോകത്താകമാനം ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ഒരു ഡയറി ഉൽപ്പന്നം ഏതാണ്? ഐസ്ക്രീം. അതുപോലെ തന്നെ രസഗുള, പനീർ, ഇങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ, പേട, കോവ, ഇങ്ങനെയുള്ള ഒരുപാട് ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠിക്കുന്ന ഫീൽഡാണ് ഡയറി സയൻസ് എന്ന് പറയുന്നത്. നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഫീൽഡിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡയറി സെക്ടർ എന്താണ്, കേരളത്തിന്റെ ഡയറി സെക്ടർ എങ്ങനെയാണ്, ഇവിടുത്തെ ഈ മേഖല എങ്ങനെയാണ് പോകുന്നത്, ഇവിടെ എത്ര അനിമൽസിൽ നിന്ന് നമുക്ക് പാല് കിട്ടുന്നുണ്ട്, അതിന്റെ സെൻസസ്, ഹൈ സ്റ്റോക്ക് സെൻസസ്, കാറ്റിൽ സെൻസസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതിന്റെ വളർച്ച, ഗ്രോത്ത് എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കാര്യം സ്പെസിഫിക് ആയിട്ടും ഇന്ത്യ ആസ് എ ഹോൾ, വേൾഡ് ആസ് എ ഹോൾ ഒക്കെ അറിഞ്ഞിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച, ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. PSCക്ക് ചോദിച്ച, ഡയറി ഫൈനാൻസ് സെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു, ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പൊ നമുക്ക് ഇതിലെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഫ്രാൻസ്, ഇന്ത്യ, USA, ജർമ്മനി. ഏതാണ്? ഇതൊരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്, ഡയറി സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്ത്യ. മനസ്സിലായി? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്ത്യയാണ് ഏറ്റവും പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അത് 1998 മുതൽ, 1998 മുതൽ നമ്മുടെ രാജ്യം ആണ് ഏറ്റവും കൂടുതൽ ലോകത്ത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അത് അറിഞ്ഞിരിക്കണം. ചോദിക്കുന്ന ചോദ്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ദാറ്റ് ഈസ് ഇന്ത്യ. 98 വരെ, 98 അതുവരെ ആയിരുന്നുണ്ടെങ്കിൽ USA ആയിരുന്നു. അപ്പൊ USA മാറ്റി പിന്നെ നമ്മളാണ്, പിന്നീട് നമ്മൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട് ഇന്നും നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അപ്പൊ അത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, അപ്പൊ അതിന്റെ ടോപ്പ് കൺട്രീസ് ഏതാണ്? നമ്മൾ ഇന്ത്യ ഇത്രത്തോളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ലോകത്തിന്റെ ഒരു 23%, ലോകം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ 23% ഓഫ് മിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വി പീപ്പിൾ, അവർ ആനിമൽസ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മൃഗങ്ങളാണ്, നമ്മളെ പശുവും എരുമയും ഒക്കെയാണ് ഈ ലോകത്തിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ 23%, 20 മുതൽ 23% പാല് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാം. ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മിൽക്കാണ്? അങ്ങനെ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? പശുവാണോ? പശുവിന്റെ പാലാണോ? അറിയാമോ? എരുമയുടെ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ 55% വരെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലെന്ന് പറയുന്നത് എരുമയുടെ പാലാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളൂ ഈ രീതിയിലുള്ള ഒരു താഴോട്ടുള്ള പോക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ചോദിക്കുന്നത്. അത്തരം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണത്. ഇനി അടുത്ത ചോദ്യം, ഇതും കഴിഞ്ഞ
DFIയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ലാസ്റ്റ് 2 പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ദ ഹയസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ്. യെസ്, ഉത്തർപ്രദേശ്. അപ്പോ ഉത്തർപ്രദേശ് എന്നാൽ മിൽക്ക് ബൗൾ എന്നൊക്കെ പറയുന്ന വേറെ സ്റ്റേറ്റുകൾ, നേരത്തെ വിളിച്ചിരുന്ന സ്റ്റേറ്റുകളുണ്ട്. അപ്പോ ഇനി നമ്മുടെ സ്ഥാനം എത്രയാണ്? കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. അത് കഴിയുമ്പോൾ രാജസ്ഥാനുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. എന്താണ് ചോദിച്ചോളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായില്ല, പറയാം. അപ്പോ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയല്ലേ സാറേ? അതെ, അത് ബൗൾ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. മനസ്സിലായില്ലേ? ബൗൾ എന്നറിയപ്പെടുന്നത്, പാൽ കിണ്ണം എന്നൊക്കെ അറിയപ്പെടുന്ന ഹരിയാനയാണ്. മനസ്സിലായില്ലേ? ഹരിയാനയിൽ നിന്ന് വളരെ പിന്നിലേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞു. UP ആണ് ഇപ്പോഴും. അത് കഴിഞ്ഞാൽ രാജസ്ഥാൻ വരും, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, അങ്ങനെയാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഗുജറാത്ത് ഈ ഹരിയാനയൊക്കെ അതിന് പിന്നിലാണ്. അപ്പൊ ഇതുപോലെയുള്ള വിശേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇതിലെ ചോദ്യത്തിലെ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകൾ. ഇനി അപ്പൊ ഇതുപോലെയുള്ള ഡയറി സെക്ടറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഡയറി കോപ്പറേറ്റീവ് സെക്ടർ, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മിൽമ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ആനന്ദില് രൂപം കൊണ്ട ഒരു കോഓപ്പറേറ്റീവ് മോഡലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മിൽമ പോലെയുള്ള സ്ഥാപനങ്ങളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു 3 ടയർ സിസ്റ്റമാണ് കോഓപ്പറേറ്റീവ് സെക്ടർ. ഡയറി മേഖലയിലെ കോഓപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്ന ഒരു 3 ടയർ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിലെ ഏറ്റവും ബേസിൽ വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റീസിനെയാണ് പ്രൈമറി ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ കാണാവുന്ന പ്രൈമറി ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിനെ സാധാരണ ആനന്ദ് പാറ്റേൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയും, അല്ലെങ്കിൽ ആപ്കോസ് എന്ന് പറയും. ആപ്കോസ്. അതിന് തൊട്ടു മുകളിൽ 3-4 അല്ലെങ്കിൽ 4-5 6 ജില്ലകളെ ചേർത്തുകൊണ്ട് കേരളത്തിൽ തന്നെ 3 റീജിയണൽ യൂണിയൻസ് ഉണ്ട്. അതാണ് തിരുവനന്തപുരത്ത് യൂണിയൻ ഉണ്ട്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇങ്ങനെയുള്ള പത്തനംതിട്ട, ഇതെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു യൂണിയൻ ഉണ്ട്. മിഡിൽ കേരളയിൽ വേറൊരു യൂണിയൻ ഉണ്ട്, അതായത് എറണാകുളം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. മലബാറില് MRCMB എന്നറിയപ്പെടുന്ന മലബാർ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് യൂണിയൻ അവിടെയുണ്ട്. ഇതിന്റെ 3ന്റെയും കൂടെ, അപ്പോൾ വില്ലേജ് ലെവലില് വില്ലേജ് ലെവൽ സൊസൈറ്റീസ്, മിഡിൽ ലെവലില് റീജിയണൽ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ലെവൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അത് കഴിഞ്ഞ് ഇതിന്റെ എല്ലാം കൂടെ ടോപ്പിലാണ് വരുന്നതാണ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അല്ലെങ്കിൽ മിൽമ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചുരുക്കപ്പേരിൽ മിൽക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതിന്റെയാണ് മിൽമ എന്ന് നമ്മൾ വിളിക്കുന്നത്. കേരള കോഓപ്പറേറ്റീവ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, KCMMF, അതാണ് മിൽമ. അപ്പൊ അതിന് ചെയർമാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വായിക്കാറുണ്ട്, അപ്പോ പത്രത്തിലെ കാണാറുണ്ട്. അപ്പൊ ഈ ഒരു 3 ടയർ സിസ്റ്റം, ഇതിലാണ് ഇത് കോഓപ്പറേറ്റീവ് സെക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ അവിടെ പഠിക്കുന്നു. ഡയറി ഫാം മാനേജ്മെന്റ്, ഒരു ഡയറി ഫാം എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം അതിൽ പഠിക്കണം. കാറ്റിൽ മാനേജ്മെന്റ്, എങ്ങനെയാണ് പശുക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് എരുമയെ വളർത്തേണ്ടത്, ഈ കാര്യങ്ങൾ കാറ്റിൽ മാനേജ്മെന്റിൽ പഠിക്കുന്നു. മിൽക്കിനെ കുറിച്ച് പഠിക്കണം. മിൽക്കിൽ എന്താണുള്ളത്, മിൽക്ക് എന്തുകൊണ്ടാണ് മിൽക്ക് ഇങ്ങനെ ചൂടാകുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ തിളച്ചിങ്ങനെ പൊന്തി വരുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഇതിലുള്ള പ്രോട്ടീൻ ഏതാണ്, ഇതിലുള്ള വിറ്റാമിൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ മിൽക്കിനെ കുറിച്ച്, അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റീസ്, കഴിച്ചുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, എത്രയാണ് നാഷണൽ ആവറേജ് നമ്മൾ മിൽക്ക്, എത്ര അളവിൽ മിൽക്ക് കഴിക്കണം, അത് WHO എത്രയാണ് പറയുന്നത്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എത്ര മിൽക്ക് കഴിക്കണമെന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള ഡേറ്റാസ് എല്ലാം നമ്മൾ അറിഞ്ഞു, ഇതെല്ലാം ചോദിക്കാം. ഇതെല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ്.
കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മിൽക്ക്, മിൽക്കിൽ ഏറ്റവും കൂടുതൽ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന വിവിധ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്, സബ്സ്റ്റൻസസ്, അതിന്റെ കമ്പോണൻസ്, കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാണ്? മിൽക്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മിൽക്കിലെ ഘടകം ഏതാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ടർ. മിൽക്കിലെ 87% എന്ന് പറയുന്നത് വാട്ടറാണ്. ബാക്കിയാണ് പ്രോട്ടീനും ഫാറ്റും അങ്ങനെയുള്ള വിറ്റാമിൻസും മിനറൽസും എല്ലാം ഉള്ളത്. 87% ഈസ് വാട്ടർ. മനസ്സിലായില്ലേ? അപ്പൊ അതെന്താണ് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം, അതിനെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, മിൽക്കിന്റെ ബോയിലിംഗ് പോയിന്റ് എത്ര, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര, ഫ്രീസിംഗ് പോയിന്റ് എത്ര, ഇത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മിൽക്ക് പ്രൊക്യൂർമെന്റ് സിസ്റ്റംസ്, എങ്ങനെയാണ് മിൽക്ക് ശേഖരിക്കുന്നത്, വിതരണം ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അതുപോലെ ടെസ്റ്റിംഗ് ഓഫ് മിൽക്ക്, മിൽക്കിനെ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചല്ലോ അല്ലെ, ആര്യങ്കാവിലെ ചെക്ക് പോസ്റ്റില് മിൽക്ക് പിടിച്ചു, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വായിച്ചതാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഉണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കോമൺ ഡയറി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഡയറികളിൽ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നെയ്യൊക്കെ വേർതിരിച്ചെടുക്കാവുന്നതിനുള്ള മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം കവർ, മിൽമ പാൽ കവർ വാങ്ങുന്നു, അതിനകത്ത് അതിന് പുറത്ത് എഴുതിയിരിക്കും ഇതിൽ ഫാറ്റ് എത്ര, ബാക്കിയുള്ള ഘടകങ്ങൾ എത്ര. അപ്പൊ അത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോമാറ്റിലാണ് ഇത് ഉണ്ടാക്കിയിടുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? പാസ്ചറൈസേഷൻ എന്താണ്, സാനിറ്റൈസേഷൻ എന്താണ്, മായം ചേർക്കൽ, അഡൾട്രൻസ് എന്താണ്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്താണ്, ഡയറിയുടെ മൈക്രോബയോളജി, അതായത് സ്മോളർ ഓർഗാനിസംസ് ഇതിനകത്ത്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഡയറി മൈക്രോബയോളജി, എങ്ങനെയാണ് പാക്കേജിങ് നടത്തുന്നത്, ക്വാളിറ്റി അഷുറൻസ് എന്താണ്, റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്, പിടിക്കാൻ യോഗ്യതയുള്ളവർ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫുഡ് സേഫ്റ്റി, FSSA, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ ആ നിയമം ഉപയോഗിച്ചാണ് ശിക്ഷാ നടപടികളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് FSSA. അതിന് ഡൽഹിയിൽ ആസ്ഥാനമാണ്. ഇതിന്റെ ആസ്ഥാനം ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഡൽഹിയിലാണ്. ഓരോ സംസ്ഥാനങ്ങളിലും അതിന് അതോറിറ്റീസ് ഉണ്ട്, കമ്മീഷണേഴ്സ് ഉണ്ട്. ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. FSSA ബേസിലെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ചോദ്യമെങ്കിലും ചോദിക്കുന്നുണ്ട് റെഗുലറായിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് അറിയുന്നത്. അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നോക്കൂ. നമ്മുടെ 23 ഇത് നിങ്ങൾക്കറിയാം, ഇതില് പറഞ്ഞിട്ടുണ്ട് 23% ഗ്ലോബൽ മിൽക്ക് പ്രൊഡക്ഷൻ. അപ്പോൾ ഡയറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, എത്ര പേര് ഇതിനകത്ത് ജോലി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള 2020-21 പ്രകാരം ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 209.96 മില്യൺ ടൺസ് ആണ്. സോ ദ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ, അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് 2021 ലേറ്റസ്റ്റ് അനുസരിച്ചാണ്. ഇനിയിപ്പോ നമ്മൾ പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് അടുത്ത വർഷം, അടുത്ത 21-22 വരുമ്പോഴത്തേക്ക് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ടുള്ള നോളജ് ഏത് സോഴ്സിൽ നിന്ന് കിട്ടും, കാര്യങ്ങളെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ ഗ്രോത്ത് റേറ്റ്, ആനുവൽ ഗ്രോത്ത് റേറ്റ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന, പാല് ആളോഹരി ലഭ്യതയുള്ള ഒരു സംസ്ഥാനം, ആളോഹരി ലഭ്യതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന നോക്കുക, അതിന്റെ ഒരാൾക്ക് കിട്ടാവുന്ന പാലിന്റെ അളവെന്ന് പറയുന്നത് 1 ലിറ്ററിൽ കൂടുതലാണ്. 1221 ഗ്രാം പെർ ഡേ ആണ്. കാരണം അത്രയ്ക്ക് അവരുടെ പോപ്പുലേഷൻ വൈസ് ആയിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാലും ആയിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരാൾക്ക് അവിടെ കിട്ടാനുള്ള ആളോഹരി പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഈസ് ഹൈയസ്റ്റ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ദാറ്റ് ഈസ് ഇൻ പഞ്ചാബാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരം കാര്യങ്ങൾ, സ്റ്റാറ്റസ് ഓഫ് ഡയറി സെക്ടർ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അറിയാമായിരിക്കണം. ഇത് പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റയാണ്. കേരളത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്? അപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ ഒരു 14ാമത് സ്ഥാനം മാത്രമേ നമ്മുടെ ഈ 14ാമത് സ്ഥാനമാണ് മിൽക്ക് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ കേരളത്തിനുള്ളത്. നമ്മൾ വളരെ പിന്നിലാണ്. ചെറിയ സ്റ്റേറ്റ്, കുറച്ച് ആനിമൽസ്, പക്ഷെ ഉള്ള ആനിമൽസ് എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.
അതായത് 2020-21 കണക്ക് പ്രകാരം 25.34 ടൺ lakh metric ton MT. So as per the records available from 2020 to 21, the Kerala produced, our state produced 25.34 lakh metric tons of milk. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ. ഇത് ഓരോ വർഷത്തെയും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? മിൽക്ക് പ്രൊഡക്ഷൻ ചോദിച്ചിട്ടുണ്ട്, അനിമൽസിന്റെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ പരീക്ഷകൾക്ക് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. ഇനി നമ്മുടെ ആവറേജ് ഒരു മിൽക്കിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് എത്രയാണ്? അത് 10.2 ആണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കിട്ടുന്നത്. അത് നമ്മുടെ സ്റ്റേറ്റില് പഞ്ചാബിലാണ് അതിൽ ഞാൻ മുന്നിൽ നിൽക്കുന്നത്. ബാക്കി അത് രണ്ടാം സ്ഥാനം നമുക്കാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ക്രോസ് ബ്രെഡ് അനിമൽസിനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ക്രോസ് ബ്രീഡിംഗ് വിജയിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പോൾ ഏകദേശം 93.5 പറഞ്ഞിട്ടുണ്ട്, 93.54% ക്രോസ് ബ്രെഡ് അനിമൽസ് ആണ് കേരളത്തിൽ. ബാക്കി ഉള്ളത് മാത്രമേ ഉള്ളൂ ഏത് ഇൻഡിജിനസ് ആയിട്ടുള്ള തനത് നാടൻ ഇനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രത്തോളം ആ ക്രോസ് ബ്രീഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നൗ ഈ പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അപ്പൊ ഇതുപോലെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോ അതെന്നാണ് തുടങ്ങിയത്, അതുപോലെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നാഷണൽ മിൽക്ക് ഡേ ഒരു ചോദിച്ച പരീക്ഷയാണ്, ഒരു തവണ ചോദിച്ച പരീക്ഷയാണ്. നാഷണൽ മിൽക്ക് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ എന്നാ നവംബർ 26. നവംബർ 26. എന്തുകൊണ്ടാണ് നവംബർ 26 വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിയാമല്ലോ, ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ, ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ. പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്, ജനറൽ പരീക്ഷകൾക്ക് പോലും ചോദിക്കുന്നതാണ് ദ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരുന്നു. കോഴിക്കോട് ജനിച്ച ആളാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ദി ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്, അതായത് ധവള വിപ്ലവത്തിന് അതിന്റെ നേതൃത്വം വഹിച്ച, അതിന്റെ സ്പിയർ ഹെഡ് ചെയ്ത ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഡോക്ടർ വർഗീസ് കുര്യൻ. മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 26. അതുകൊണ്ടാണ് നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് നമ്മൾ അന്ന് കണക്ക് കൂട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ക്ലാസിന്റെ സമയത്ത് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളും വിശദമാക്കും. ഈ ചെറിയൊരു പ്രസന്റേഷനോട് കൂടി ഞാൻ എൻ്റെ ഈ ചെറിയ ഒരു ഓറിയന്റേഷൻ, ജസ്റ്റ് എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, അത് ഓരോ സബ്ജക്റ്റിനും ഓരോ ലെവലിലായിരിക്കും ചോദിക്കുക. ഡയറി സയൻസുമായിട്ടുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്, ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. സോ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് മൈ ടോക്ക്. Thank you, Vijay Umar sir. Thank you for explaining the course, the details of the exam very clearly. Thank you so much, sir. Now I invite. Sir, fee പറ്റി പറഞ്ഞിട്ടില്ല. ഏതാ? പറയാം. അതിപ്പോ പറയാം. അത് സാറിന്റെ ഒരു സാറേ ഞാൻ 7:15 ജോയിൻ ചെയ്തത്. അപ്പൊ അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. സിലബസിനെ പറ്റി സാറ് പറഞ്ഞ ടൈം തൊട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ, അത് പറയാം. ഫീസിന്റെ വിവരം പറഞ്ഞില്ലായിരുന്നു, അതിനി പറയാം കേട്ടോ. സാറിന്റെ കൈലാസ് സാറിന്റെ ഒരു പ്രസന്റേഷൻ ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ എന്താണ് പേര്? എന്റെ പേര് അശ്വന്ത് എന്നാണ് സാറേ. ഓക്കെ യെസ്, പറയാം. Now I invite Kailas Raj sir, one of the directors of Vipras Vidya, to give a quick analysis on technology and innovation. Thank you, Akhila. Vijay sir, can you please stop the screen sharing?
Okay, so എൻ്റെ പേര് കൈലാസ് രാജ്. താങ്ക് യു അഖില. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഞാൻ വിപ്രാസ് വിദ്യയെ പറ്റി ക്വിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ വിജയകുമാർ സാർ ഇപ്പം നിങ്ങളോട് സിലബസിനെ പറ്റി പറഞ്ഞു. അതിനകത്ത് ഡയറി സയൻസ് ആണ് സാർ എംഫസൈസ് ചെയ്ത് പറഞ്ഞത്. പിന്നെ നമുക്ക് വേറെ ഇതിനകത്തുള്ളത് ഫിസിക്സ്, +2 ലെവലിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നീട് സൈബർ ലോസ് ആൻഡ് ICT, ഇന്റർനെറ്റ് ആൻഡ് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നീട് ജനറൽ ഇംഗ്ലീഷ്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. അപ്പം ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഞാനായിരിക്കും എടുക്കുന്നത്. അപ്പം ഞാൻ ആ സിലബസിൽ കൂടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസിലൂടെയും ഞാൻ നോക്കി. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ജനറൽ +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വളരെ ഇൻഡെപ്ത് ആയിട്ട് MBBS എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ചോദിക്കുന്നതിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പക്ഷേ ആർക്കാണ് എക്സാം പാസ്സാവാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ സബ്ജക്റ്റിനകത്തും 16 ക്വസ്റ്റ്യൻസ് വീതമുണ്ട് അപ്രോക്സിമേറ്റ്ലി, എക്സെപ്റ്റ് ഫോർ ഇംഗ്ലീഷ്. അപ്പൊ അതിനകത്ത് എല്ലാത്തിലും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക്, ഇപ്പൊ നിങ്ങൾ ചിലപ്പം ബയോളജി പഠിച്ച BScക്ക് ബയോളജി പഠിച്ചാലെന്നുണ്ടെങ്കിൽ ഇപ്പൊ BTech എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ സ്പെഷ്യലൈസേഷനിലുള്ള കാര്യം നിങ്ങൾ ഫുള്ളായിട്ട് എഴുതും. പക്ഷെ എല്ലാം ഒരുപോലെ എഴുതുന്ന ഒരാൾക്കായിരിക്കും അത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കോഴ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് പോർഷൻസ് എംഫസൈസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിലബസ് കവർ ചെയ്യും. അപ്പൊ ഇപ്പൊ ഞാൻ വിപ്രാസ് വിദ്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മോസ്റ്റ്ലി നമ്മൾ ഓൺലൈനായിട്ടാണ് കോഴ്സസ് ആദ്യമേ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ കോഴ്സ് മിക്കവാറും ഓൺലൈൻ ഓൺലി ആയിരിക്കും. ഓഫ്ലൈനായിട്ട് നമുക്ക് ഒരു സ്പെസിഫിക് സെന്ററിൽ നിന്നുള്ള എൻക്വയറീസ് കുറവാണ്. ഓക്കെ, അപ്പോൾ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എന്ന് പറഞ്ഞിട്ട്, അപ്പം നമ്മുടെ കോഴ്സ് ഓൺലൈൻ ആയിട്ടായിരിക്കും. അപ്പോൾ വിപ്രാസ് വിദ്യ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ കോഴ്സുകളെല്ലാമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PSCയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ്, നമ്മൾ PSCയുടെ എല്ലാ കോഴ്സും എടുക്കുന്നില്ല. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റുള്ളവർ എടുക്കാത്ത കോഴ്സുകളാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. പിന്നീട് നമ്മൾ NTA-യുടെ UGC നെറ്റ് പേപ്പർ 1 നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേർത്തിട്ട് നെറ്റിന്റെ പേപ്പർ 1 എടുക്കുന്ന നമ്മളാണ്. പിന്നീടുള്ളത് നമ്മുടെ പേപ്പർ 2ന്റെ എക്കണോമിക്സ്, കൊമേഴ്സ്, ലൈഫ് സയൻസസ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്യൂട്ടറിംഗ് ഉണ്ട്. ട്യൂട്ടറിംഗ് ക്ലാസ് 8 തൊട്ട് BTech വരെയുള്ള സബ്ജക്ട്സിന്റെ ട്യൂട്ടറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കോഓപ്പറേറ്റീവ് എക്സാംസ്, കേരള കോഓപ്പറേറ്റീവ് എക്സാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഉള്ളത് ഇതിപ്പോ ഞാനൊരു ഡമ്മി പ്ലാനാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്ലാൻ നിങ്ങൾക്ക് കിട്ടും. അതായത് നമ്മൾ ഏത് ദിവസം എന്ത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്, അടുത്ത 5 മാസത്തേക്കുള്ള ഒരു പ്ലാനിങ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ പലരും ജോലി ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞ ആൾക്കാരും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പല എൻഗേജ്മെന്റ്സും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ എന്റെ സബ്ജക്ട് ഫിസിക്സ് ആണ്, അപ്പൊ ഇന്നിപ്പം ആബ്സെന്റ് ആയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻ അഡ്വാൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് സബ്ജക്റ്റ് ആണ് ഏത് ദിവസം എടുക്കുന്നത്. നമ്മുടെ ഒരു 5 മാസത്തെ പ്ലാൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നമ്മൾ റിലീസ് ചെയ്യും. പിന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റെക്കോർഡഡ് ക്ലാസ്, ഇറ്റ്സ് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്. ഇപ്പൊ നിങ്ങൾ കാണുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും, ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സബ്ജക്ട്സ് നമ്മുടെ നോർമലി എടുക്കുന്ന സബ്ജക്ട്സിനേക്കാളും വളരെ ഒരു ലോവർ ലെവലിലുള്ള സബ്ജക്റ്റ് ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് നോളജ് ഷെയറിംഗ് ആയിരിക്കും ഈ കോഴ്സിൽ കൂടെ നമുക്ക് നടക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലാസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോളോ ചെയ്യുന്നത് മുമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും നമുക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പൊ മുമ്പോട്ട് പോകുമ്പോൾ PSC ഇതിന്റെ കൃത്യമായിട്ടുള്ള സിലബസും ഒക്കെ റിലീസ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് കൃത്യമായിട്ട് ആ പാറ്റേണിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമ്മൾ മുമ്പ് നടന്ന എക്സാമിന്റെ പാറ്റേണിനെ പിടിച്ചിട്ടാണ് നമ്മളിപ്പോ മുമ്പോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ വിപ്രാസ് വിദ്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്പ് പിന്നെ ആൻഡ്രോയിഡ് മാർക്കറ്റിലും iOS മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ വിപ്രാസ് വിദ്യയുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.
ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന അതിന്റെ സെർച്ച് ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സെൽഫോൺ നമ്പർ കൊടുത്ത് അതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കുറച്ച് ഫ്രീ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ അതിനകത്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ വിജയകുമാർ സാറ് ഇപ്പൊ തുടങ്ങിയ ക്ലാസിന്റെ അടുത്ത 24 വീഡിയോസ് സാറ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിപ്രാസ് വിദ്യ ഫോർ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ സാറിന്റെ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് അടുത്ത 6 മാസം സാർ റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഡയറി സയൻസ്, അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി. അപ്പൊ അതിനകത്ത് നമ്മളൊരു ബേസിക് കാര്യങ്ങൾ കവർ ചെയ്യും. അപ്പൊ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ റെക്കമെൻഡേഷൻ. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ബേസിക് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ കുറച്ച് ഫ്രീ റിസോഴ്സസ്, കുറച്ച് ഫ്രീ കണ്ടന്റ്, കുറച്ച് ഫ്രീ മെറ്റീരിയൽസ്, ഫ്രീ ടെസ്റ്റ് ഒക്കെ നമ്മൾ അതിനകത്തിടും. അപ്പോൾ ആപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിനകത്ത് നമ്മുടെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് വീഡിയോസ് അവിടെ ഉണ്ടാവും. പിന്നീട് ലൈവ് ക്ലാസ് നമ്മൾ സൂമിൽ കൂടെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇതിപ്പോ ഞാൻ ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ട് വേറൊരു കോഴ്സിന്റെ നമ്മൾ റിലീസ് ചെയ്തതാണ്. അപ്പൊ ഇതുപോലെ വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. ഇത് 24/7 നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് ആപ്പിൽ കൂടെ ക്ലാസ്സസ് കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇതിനകത്ത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മുടെ മുമ്പ് പഠിച്ച സ്റ്റുഡൻസ് നമ്മളെ പറ്റി എന്താണ് പറയുന്നത് എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം, ടെസ്റ്റിമോണിയൽ വീഡിയോസ് എല്ലാം അതിനകത്തുണ്ട്. പിന്നീട് നമ്മൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇത്. നമ്മൾ ഒരിക്കലും റെക്കോർഡഡ് വീഡിയോസ് മാത്രമായിട്ട് കൊടുക്കത്തില്ല, നമ്മൾ ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി വിജയകുമാർ സാറ് ഇതിന്റെ ഫീസിന്റെ ഡീറ്റെയിൽസ് പറയും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ്. അപ്പൊ ഇനി ഞാൻ വിജയകുമാർ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ പറഞ്ഞോളൂ. സർ അൺമ്യൂട്ട് ചെയ്യാമോ സർ? സോറി. അപ്പൊ ഏകദേശം നമ്മുടെ കേൾക്കാമല്ലോ അല്ലേ? അപ്പൊ 50 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 1 hour കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഇത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ക്ലാസ്